ഹായ് എവറിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. കുട്ടേസി ജോർജിയയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ അജ്മാനിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നായിരുന്നു. അപ്പം ഞങ്ങൾ അബുദാബിയിലേക്ക് പോകുന്ന വഴിയാണിത്. അബുദാബിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രദറും ഫാമിലി അവരെ കണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത് പോകുന്ന വഴിയുള്ള നമ്മുടെ റോഡും അതുപോലെ തന്നെ എത്തിഹാദ് റെയിലും ഗ്ലോബൽ വില്ലേജും ഇതെല്ലാം ക്രോസ് ചെയ്ത് നമ്മുടെ അബുദാബിയിലേക്ക് എത്താറായി. അബുദാബിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ അബുദാബിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു പൈനാപ്പിൾ ടവർ. നല്ല അടിപൊളി ഒരു പൈനാപ്പിൾ ടവറാണത്. ശരിക്കും പൈനാപ്പിൾ പോലെ തന്നെയാണ് ലുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നമ്മൾ ബ്രദറിൻ്റെ അടുത്തുനിന്ന് നേരെ ഇവിടെ എയർപോർട്ടിലെത്തി. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് മേടിക്കേണ്ടി മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ച് അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വിസയറിൻ്റെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കണ്ടു. നമ്മുടെ ആദ്യമായിട്ടാണ് വിസയറിൻ്റെ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങൾ കയറിയിരുന്നു, കംഫർട്ടബിളായിരുന്നു. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും വണ്ടർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UAEയുടെ ചുറ്റും മൊത്തം കടലായതുകൊണ്ട് ആ കടലിൽ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫിലിമൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഫിലിം കഴിയാറായപ്പോഴത്തേക്കും നമ്മൾ ജോർജിയ എത്താറായി. ജോർജിയൻ്റെ ഒരു വ്യൂ ആണ് മുകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉള്ള കുറച്ച് നല്ല ഒരു റെസിഡൻഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം കുറേ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് കുട്ടീസി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇത്രയും അത് അധികം വലിപ്പമില്ലാത്ത എയർപോർട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. ഗസ്റ്റ് ഹൗസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. പക്ഷേ എവറിത്തിങ് വെൻറ്റ് വെൽ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് നല്ല സൂപ്പറായിരുന്നു. 4-5 പേർക്ക് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മുടെ ഒരു ഫാമിലി റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ആക്ച്വലി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം.